ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മുടെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ലൈവില് നമ്മുടെ നമ്മുടെ അക്ബറും അതുപോലെ രേണു സുധിയും തമ്മിൽ വലിയൊരു ഫൈറ്റ് നടന്നു. അതായത് ഇന്നലെ രേണു സുധി ആ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതുമായി ബന്ധപ്പെട്ട് നടന്നൊരു ഫൈറ്റാണ്. ആ ഫൈറ്റ് ഇന്നലെ രാത്രി തന്നെ പോയിട്ട് അക്ബർ സോറി പറയുന്നുണ്ട് രേണു സുധിയുടെ അടുത്ത്. പക്ഷെ പിന്നീട് ഇന്നും ആ ടോപ്പിക് അവിടെ അല്ലറ ചില്ലറ വഴക്കുകളൊക്കെ അനുമോളും ഒക്കെ ആയിട്ടൊക്കെ നടക്കുന്നതിനിടയിൽ രേണു സുധി അനുമോളാണ് എടുത്തിട്ട് കൊടുക്കുന്നത് ഈ സെപ്റ്റിക് ടാങ്കിന്റെ കാര്യം ഇന്നലെ വിളിച്ച് തെറ്റായി പോയെന്ന് അക്ബറിന്റെ അടുത്ത് പറയുന്നു. അത് രേണുസുതി ഏറ്റുപിടിച്ചാണ് അക്ബറും രേണുസുതിയും തമ്മിൽ വീണ്ടും വഴക്കാവുന്നത്. അപ്പോൾ അക്ബർ പറഞ്ഞു ഞാൻ ഇന്നലെ സോറി പറഞ്ഞു, പക്ഷെ അതൊരു ടാസ്കിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞതാണ്. അതിന് നീ മുഴുവൻ വിധവകളുടെയും അല്ലെങ്കിൽ സ്ത്രീകളുടെയും ഒരു അട്ടിപ്പേർ അവകാശമൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ വന്നിരിക്കുന്ന ആരും അങ്ങനെയല്ല, അവരവരുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയൊരു വഴക്കാണ്. അപ്പോൾ എനിക്ക് നിന്റെ മാപ്പ് വേണ്ട, ആ മാപ്പ് ഞാൻ സ്വീകരിക്കുന്നില്ല, ആ വിളിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് രേണുസുതി ഭയങ്കരമായിട്ട് ഒച്ചയും വഴക്കൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അഭിലാഷ് അവിടെ വന്നിട്ട് പറയുന്നുണ്ട്, അതായത് ഇത് പിന്നെ അങ്ങനെയാണെങ്കിൽ അനീഷിനെ നമ്മുടെ ആദിലയും നൂറയും അപ്പി എന്ന് വിളിച്ചതിന്റെ അർത്ഥവും ഇത് തന്നെയല്ലേ? സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതുപോലെ തന്നെ അശീലമായ ഒരു അർത്ഥമല്ലേ അപ്പി എന്നും പറയുന്നത്? അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെയാണെങ്കിൽ അനീഷും അതുപോലത്തെ ഒരു കാർഡ് ഇറക്കണ്ടേ? അപ്പോൾ ഇത് ശരിയല്ല, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അതൊരു ടാസ്കിന്റെ ഭാഗമായിട്ട് പറഞ്ഞു, അതങ്ങ് അവിടെ കളഞ്ഞാൽ മതി. അതിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് നമ്മുടെ അഭിലാഷും വന്നെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു തരത്തിലും രേണു സുധി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഈ ഒരു ടോപ്പിക്ക് മുകളിലോട്ട് കൊണ്ടുപോകണം എന്നാണ് രേണു സുധി ആഗ്രഹിക്കുന്നത്. അങ്ങനെ അക്ബറും രേണു സുധിയും തമ്മിൽ അത്യാവശ്യം നല്ല വഴക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ എടി എന്നതിനിടയിൽ അക്ബർ വിളിച്ചത് രേണു സുധിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്നെ എടി എന്ന് വിളിക്കരുത്, എൻ്റെ പേര് രേണു എന്നാണ്, രേണു എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അക്ബർ വീണ്ടും എടി എന്ന് തന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും വീണ്ടും വിളിച്ചപ്പോൾ പോടാ എന്ന് നമ്മളെ രേണു സുധി അക്ബറിനെ തിരിച്ച് വിളിക്കുന്നുണ്ട്. എനിക്ക് കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് നീ റീച്ചിന് വേണ്ടിയാണ് ഈ ഒരു ടോപ്പിക് എടുത്തുകൊണ്ട് വന്നതെന്ന് പറയുമ്പോൾ രേണു സുധി പറയുന്നുണ്ട്, എനിക്ക് ബിഗ് ബോസിൽ വന്നിട്ട് റീച്ചിന്റെ ആവശ്യമില്ല, എനിക്ക് ആവശ്യം പോലെ അല്ലാതെ തന്നെ റീച്ച് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വഴക്ക് ഇപ്പോൾ ലൈവിൽ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ നോക്കുമ്പോൾ ഞാൻ ഓൾറെഡി ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞു, സെപ്റ്റിക് ടാങ്ക് എന്ന് വേറൊരാൾ നമ്മളെ വിളിക്കുമ്പോൾ നമുക്കൊട്ടും സന്തോഷമൊന്നും തോന്നില്ല. മോർണിംഗ് ആക്ടിവിറ്റിയിൽ രേണു സുധിനെ അടുത്ത് വിളിച്ച് നിർത്തിയിട്ട് ഒരു ഇരട്ടപ്പേരാണ് ഇടുന്നത്, ഇഷ്ടമല്ലാത്ത ആളായിട്ടാണ് വിളിക്കുന്നത്. സ്വാഭാവികമായിട്ട് സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുമ്പോൾ ഏതൊരു മനുഷ്യനും തോന്നുന്ന സങ്കടം രേണു സുധിക്ക് തോന്നിയിട്ടുണ്ടാകണം, അതിലൊരു സംശയമില്ല. അവരുടെ ആ ഫീലിങ്സ് മനസ്സിലാക്കുകയും വേണം. പക്ഷെ അതിനകത്തൊരു പ്രശ്നം, ഇതൊരു ടാസ്ക് ആണ്. ആ ടാസ്കിൽ ഇതേപോലുള്ള വാക്കുകൾ പലരും ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ വാക്കുകളുടെ അർത്ഥം തേടി പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഒരാളുടെ മുഖത്ത് നോക്കി പട്ടി എന്ന് വിളിക്കുമ്പോൾ ആ വ്യക്തി പട്ടിയാകണമെങ്കിൽ അയാളുടെ പാരമ്പര്യത്തെയും കൂടെ അല്ലേ വിളിക്കുന്നത്? അയാളുടെ അച്ഛനും അമ്മയും പട്ടിയാണെന്നല്ലേ എൻ്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ? അപ്പോൾ അയാൾക്ക് പറഞ്ഞുകൂടി നീ എന്തിനാണ് എൻ്റെ പാരൻസിനെ പട്ടി എന്ന് വിളിച്ചത്? അവർ പട്ടിയായാലല്ലേ ഞാനും പട്ടിയാവും എന്നും പറഞ്ഞ് വേണമെങ്കിൽ അടി ഉണ്ടാക്കാം. അപ്പം ഇതിൻ്റെ അർത്ഥങ്ങളിലേക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് മാലിന്യം എന്ന അർത്ഥത്തിലായിരിക്കാം, അല്ലെങ്കിൽ അതൊരാളുടെ പ്രവൃത്തി കൊണ്ടോ അയാളുടെ കോണ്ടന്റുകൾ കൊണ്ടോ ആ വ്യക്തി അങ്ങനത്തെ ഒരാളാണെന്ന് ഈ വ്യക്തിക്ക് തോന്നിയിട്ടാണ് അങ്ങനെ ഒരു പേര് വിളിച്ചത്. പക്ഷെ അത്തരം വാക്കുകൾ ഒഴിവാക്കേണ്ടത് നമ്മളൊരു മര്യാദയാണ്. ഇപ്പൊ അക്ബർ സ്വയം മനസ്സിലാക്കണം, അത്തരം വാക്കുകളൊന്നും വേണ്ട, അതൊന്നും ഉപയോഗിക്കേണ്ട എന്ന് അക്ബർ സ്വയം മനസ്സിലാക്കേണ്ടതാണ്. ഇനി അഥവാ അക്ബർ അങ്ങനെ ഒന്ന് പറഞ്ഞാൽ തന്നെ ഒരു സോറി പറഞ്ഞാൽ കളയാവുന്നൊരു കേസേ ഉള്ളൂ. അത് സ്ത്രീത്വത്തെ അപമാനിച്ചു, വിധവകളെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് അതിനെ വളച്ചൊടിക്കേണ്ട കാര്യമില്ല. കാരണം ഈ പറഞ്ഞ പോലെ അനീഷിനെ അവിടെ അപ്പിയെന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ തിരിച്ച് രേണു സുധി ഓൾറെഡി നമ്മുടെ അക്ബറിനെ വേട്ടപ്പട്ടി എന്ന് വിളിക്കുന്നു. അപ്പൊ വേട്ടപ്പട്ടി എന്ന് നമ്മുടെ മുഖത്ത് നോക്കി ഒരാൾ വിളിക്കുമ്പോൾ നമുക്കും അതത്ര നല്ല കാര്യമായിട്ട് തോന്നൂല. വേട്ടപ്പട്ടി എന്ന് പറയുന്ന രേണു സുധി പറയുന്നത് ശൗര്യത്തിന്റെ പ്രതീകമാണെന്നാണ്. ശൗര്യമാണ് രേണു സുധി ഉദ്ദേശിച്ചതെങ്കിൽ സിംഹം എന്ന് വിളിച്ചാൽ പോരെ, അല്ലെന്നുണ്ടെങ്കിൽ കടുവയെന്ന് വിളിച്ചാൽ പോരെ, ശൗര്യമല്ലേ? അപ്പോൾ വേട്ടപ്പട്ടി എന്ന് വിളിക്കുക എന്ന് പറയുന്നത് അതായത് മറ്റുള്ളവരെ വേട്ടയാടുന്ന, കടിച്ചു കീറുന്ന ഒരു പട്ടിയാണെന്ന് തന്നെയാണ് അർത്ഥം. വേട്ടപ്പട്ടി എന്തിനാണ് ഉപയോഗിക്കുന്നത്? മറ്റുള്ളവരെ വേട്ടയാടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? അപ്പോൾ വേട്ടയാടുക എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയെ വേട്ടയാടുന്ന ഒരാൾ, അതൊരു നല്ല ഒരു സാധനമല്ല എന്നുള്ളത് പ്രത്യേകം പറയണ്ടല്ലോ. പ്രത്യേകിച്ച് പട്ടി എന്നൊക്കെ വിളിക്കുന്നത് ഒഫൻഡഡ് ആയിട്ട് നമുക്ക് തോന്നുകയും ചെയ്യില്ല അങ്ങനെയാണെങ്കിൽ. അപ്പോൾ ഇതിനെ വളച്ചൊടിക്കേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നത് രേണു സുധിക്ക് ബിഗ് ബോസിനകത്ത് കോണ്ടന്റ് കുറവാണ്. അപ്പോൾ അവർ വീക്കാണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ അവിടെ വന്നു. അപ്പോൾ അവർക്ക് വീണ് കിട്ടിയ ഒരു അവസരം അവർ ഉപയോഗിക്കുകയാണ്. പക്ഷെ കാർഡ് ഇറക്കി അത് ഉപയോഗിക്കരുത്. വുമൺ കാർഡ്, വിധവ കാർഡ്, അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള കാർഡ്, ഈ കാർഡ് പരിപാടിയുടെ ആവശ്യമില്ല. ശരിക്കും അക്ബറിന് ഒരു സോറി പറയാം. കാരണം എത്രയൊക്കെ ആയാലും സ്ത്രീയും പുരുഷനും എന്നുള്ള വ്യത്യാസമൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും അവർ മുഖത്ത് നോക്കി അങ്ങനെ പറയുമ്പോൾ അവർക്ക് വിഷമാവും, മനുഷ്യനല്ലേ. ഒരു സോറി പറയാം. ഇന്നലെ പോയിട്ട് അക്ബർ ആ ഒരു സോറി പറഞ്ഞു, ഉമ്മയെ പിടിച്ച് സത്യം ഇട്ട് ഒരു സോറി പറഞ്ഞു. അപ്പോൾ രേണു സുധി ആ ടോപ്പിക്ക് അവിടെ വിടണമായിരുന്നു. വീണ്ടും അതെടുത്തിട്ട് അത് വീണ്ടും ബിൽഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അത് രേണുവിൻ്റെ ഗെയിമായിട്ടാണ് നമുക്ക് പിന്നെ കാണാൻ പറ്റുക. ഒരു വിഷയം ഉണ്ടാവുന്നു, ആ വിഷയത്തിൽ സ്വയം ഒരു വ്യക്തിക്ക് റിഗ്രറ്റ് തോന്നുന്നു, ഞാൻ ആ വിളിച്ചതൊരല്പം കൂടിപ്പോയി, അങ്ങനെ വിളിക്കേണ്ടായിരുന്നു എന്ന് ആ വ്യക്തിക്ക് തോന്നിയിട്ട് അയാൾ പോയിട്ട് ഒരു സോറി പറഞ്ഞു, അത് അവിടെ കളയണം. പിന്നെയും നമ്മളത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ഗെയിമാണ്. അവിടെ പിന്നെ രേണു സുധിയുടെ ഭാഗത്ത് പിന്നെ പറയാൻ വേറെ ന്യായമൊന്നുമില്ല.
ഒരു ടാസ്കിന്റെ ഇടയിൽ പാഷാണത്തിൽ കൃമിയെന്നും മറ്റൊന്നും മറച്ചതെന്നും ഒക്കെ പലരെയും വിളിച്ചു. അപ്പോൾ അതുപോലെയാണോ സെപ്റ്റിക് ടാങ്ക് എന്ന് ചോദിച്ചാൽ അതാ ഞാൻ പറഞ്ഞത്. ആ വാക്കുകളെല്ലാം മറ്റുള്ളവരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് വിളിച്ച വാക്കുകളൊക്കെ തന്നെ പലതരത്തിൽ ഒഫൻഡഡ് ആയിട്ടുള്ള വാക്കുകളാണ്. അതിന്റെ തീവ്രതയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഭൂമി കുലുക്കം എന്ന് പറയുന്നത് റിക്ടർ സ്കെയിലിൽ 5ഉം 6ഉം 7ഉം 8ഉം ഒക്കെ ഉണ്ടാവും. 5 വന്നാലും ഭൂമി കുലുക്കം തന്നെയാണ്, 6 വന്നാലും ഭൂമി കുലുക്കം തന്നെയാണ്, 7 കാണിച്ചാലും 8 കാണിച്ചാലും ഭൂമി കുലുക്കം തന്നെയാണ്. പക്ഷെ അതുണ്ടാക്കുന്ന നാശനഷ്ടം അതനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പോൾ സാധാരണ ഒരു 5 കാണിക്കുന്ന ഭൂമി കുലുക്കത്തിൽ ഉണ്ടാവുന്ന നാശനഷ്ടമല്ല 7 ഉണ്ടാവുന്നത്. തത്വത്തിൽ ഇതെല്ലാം തന്നെ ഭൂമി കുലുക്കമാണ് അല്ലേ, നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. അതുപോലെ ഈ പേരുകളൊക്കെ തന്നെ ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഒഫൻഡഡ് ആണ്. രേണു സുധിക്ക് ചിലപ്പോൾ ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചപ്പോഴായിരിക്കും ഒഫൻഡഡ് ആയത്, ദേഷ്യം തോന്നിയത്. അതേ സാധനം അക്ബറിന് ചിലപ്പോൾ അക്ബറിനെ വേട്ടപ്പട്ടി എന്ന് വിളിച്ചപ്പോൾ തോന്നാം, ഞാൻ എങ്ങനെയാണ് വേട്ടപ്പട്ടി, ഞാൻ ഇവിടെ ആരെങ്കിലും വേട്ടയാടിയോ, ഞാൻ അങ്ങനെ വേട്ടയാടുന്ന ഒരാളല്ല, നീ എന്തിനാണ് എന്നെ പട്ടി എന്ന് വിളിച്ചത് എന്ന് ചോദിച്ചിട്ട് ഇദ്ദേഹത്തിനും ഇത് തിരിച്ചു ചെയ്യാം. ഇത് പുരുഷന്മാരെ അപമാനിക്കലാണ്, ആണുങ്ങളൊന്നും വേട്ടപ്പട്ടികളല്ല, ഒച്ചയിടുന്ന ആണുങ്ങളൊന്നും വേട്ടപ്പട്ടികളല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇതേ കാർഡ് തിരിച്ച് അങ്ങോട്ട് ഇറക്കാം. അപ്പോൾ ഈ കാർഡ് ഇറക്കി കളിക്കുന്ന സമയത്ത് അത് അത്ര ശരിയായിട്ട് ഗെയിം മുന്നോട്ട് പോവില്ല. ബിഗ് ബോസിനകത്ത് ഞാൻ സ്ത്രീയാണ്, ഞാൻ വിധവയാണ്, എല്ലാ മനുഷ്യർക്കും പറയാൻ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. ഓരോരുത്തരും ഓരോരോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്. അവിടെ വിവാഹം കഴിഞ്ഞിട്ട് വിവാഹമോചനം കഴിഞ്ഞ ഒരാളാണല്ലോ അനീഷ്. അനീഷിന്റെ മുഖത്ത് നോക്കിയാണ് ഇയാൾ അപ്പി എന്ന് വിളിച്ചത്. ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത് ഈ അപ്പി വന്ന് വീഴുന്ന സ്ഥലമാണല്ലോ അല്ലേ. അപ്പോൾ അവിടെ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല രണ്ടുപേരും തമ്മിൽ. അപ്പോൾ അത് രണ്ടും വളരെ ഒഫൻഡഡ് ആണ്. പക്ഷെ അനീഷ് അതിനെ ഒരു ഗെയിം സ്പിരിറ്റിൽ എടുത്തില്ലേ. രേണുവിനും അത് അങ്ങനെ എടുക്കാവൂ. വേണമെങ്കിൽ ഒന്ന് ഒച്ചയൊക്കെ വയ്ക്കാം, നീ എന്തുദ്ദേശത്തിലാടാ എന്നെ അങ്ങനെ വിളിച്ചതെന്ന് ചോദിക്കാം, മര്യാദ വേണമെന്ന് പറയാം, അയാൾ ഒരു സോറി പറയുമ്പോൾ അതവിടെ കളയാം. പക്ഷെ പിന്നീട് അതിനെ പതുക്കെ ആ വിഷയം വീണ്ടും എസ്കലേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് രേണുവിൻ്റെ ഗെയിമാണ്. അങ്ങനെ ഈ ഗെയിം മുന്നോട്ട് പോകത്തില്ല. വാ തുറന്ന് സംസാരിക്കുന്നവരെയൊക്കെ അടിച്ചിരുത്തുന്ന ഒരു രീതി ശരിയല്ല. സ്ത്രീ കാർഡും അല്ലെങ്കിൽ പുരുഷ കാർഡും മറ്റേ വിധവ കാർഡും ഒക്കെ എടുത്തിട്ട് ഒരാളെ അടിച്ചിരുത്തുന്നത് ശരിയല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൾക്കാർക്ക് അവിടെ ഗെയിം കളിക്കാൻ പറ്റില്ല. ഈ 7ാമത്തെ സീസണിലും ഗെയിം ആ ഒരു രീതിയിലേക്ക് പോകുന്നത് അത്ര നല്ലതായിട്ടല്ല തോന്നുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അക്ബറിന്റെ ഭാഗത്ത് തെറ്റെന്നല്ല ഞാൻ പറയുന്നത്, ഒഴിവാക്കാം എന്നുള്ളൊരു വാക്കാണ്. ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിക്കുന്നത് ഒഴിവാക്കാം എന്നുള്ള വാക്കാണ്. ഇവിടെ പലരും ഇതിനെ ഇമോഷണൽ ആയിട്ട് എടുക്കുന്നുണ്ട്. അതായത് രേണു സുധിയെ പുറത്ത് അങ്ങനെ പറയുന്നു, അതൊന്നും ഇവിടെ മാറ്റർ അല്ല. ഞാൻ രേണു സുധിയെ പുറത്ത് അറ്റാക്ക് ചെയ്യുന്നതിന് ഒന്നും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ അല്ല, ഞാൻ അതിന് എഗെയിൻസ്റ്റ് നിൽക്കുന്ന ഒരാളാണ്. അതേപോലെ തന്നെ രേണു സുധി സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. ദിവസവും കല്യാണം കഴിച്ച് വന്ന് റീൽസ് ചെയ്യുന്നതിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് അരോചകമായിട്ടാണ് തോന്നാറുള്ളത്. അതിൻ്റെ പേരിൽ അവരെ കടന്ന് തെറി വിളിക്കുന്നതും വേട്ടയാടുന്നതും അതും എനിക്ക് താല്പര്യമുള്ള വിഷയമല്ല. ബിഗ് ബോസിനകത്തെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. രേണു സുധി പണ്ട് എങ്ങനെയായിരുന്നു, അവർ പുറത്തെങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ആരുടെയും വിഷയമല്ല. ബിഗ് ബോസിനകത്തൊരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിക്കുന്നു എന്ന് പറയുന്നത് അത് ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക് ആണ്. അവിടെ അയാൾക്ക് അങ്ങനെ വിളിക്കാൻ തോന്നി, അതല്പം കൂടിപ്പോയെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പറയുന്നത്. പക്ഷെ അതിനെ സോറി പറഞ്ഞിട്ടും വീണ്ടും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ അതൊരു ഗെയിമാണ്. അത് അങ്ങനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. രേണു സുധിയുടെ ഒരു ഗെയിം മാത്രമാണ്. അത് വിഷമായി പോയെന്നൊക്കെ പറയുകയാണെങ്കിൽ എല്ലാവർക്കും എല്ലാത്തിലും വിഷമമാണ്. ആർക്കാണ് ഈ ഇങ്ങനത്തെ ഇരട്ടപ്പേരുകൾ കാണുമ്പോൾ സന്തോഷം തോന്നുന്നത്? അനീഷിന് സന്തോഷമായി കാണോ? അനീഷിനെ എന്തെല്ലാം പേര് വിളിച്ചു, അല്ലെങ്കിൽ മുള്ളം പന്നി എന്ന് വിളിച്ച് സന്തോഷം തരുന്ന പേരാണോ വേട്ടപ്പട്ടി? അപ്പോൾ പറയാം അത് ചിലർക്ക് അതിലിപ്പോൾ കുഴപ്പമില്ലായിരിക്കുന്നേ. മുള്ളം പന്നി എന്ന് വിളിക്കുന്ന ചിലർക്ക് നോർമൽ കാര്യമായിരിക്കും, വേട്ടപ്പട്ടി എന്ന് വിളിക്കുന്ന ചിലർക്ക് നോർമൽ കാര്യമായിരിക്കും, വേറെ ചിലർക്ക് അത് ഭയങ്കര സീരിയസ് പ്രശ്നമാണ്. സെപ്റ്റിക് ടാങ്ക് എന്ന് കളിയാക്കുന്ന ചിലർക്കൊരു വിഷയമേ അല്ലായിരിക്കും, പക്ഷെ രേണു സുധിക്ക് അതൊരു വിഷയമാണ്. അപ്പോൾ ആളുകൾ മാറുമ്പോൾ അതിൽ അവരുടെ ആ ഒരു വിഷയം ഉണ്ടാവുന്ന അവരുടെ വികാരങ്ങളിൽ വ്യത്യാസം വരും. ചിലർക്ക് ഇതൊക്കെ വെറും ഫണ്ണായിട്ടേ തോന്നുള്ളൂ. അപ്പം നമ്മൾ അതിനെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങ് സോൾവ് ചെയ്ത് വിടുക എന്നുള്ളതല്ലാതെ ഇത് ഇനി വീക്കെൻഡ് എപ്പിസോഡിൽ കൊണ്ടുവന്ന് അതൊരു വലിയ വിഷയമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കളിയൊക്കെ കളിക്കുന്നത്. പക്ഷെ അത് ഓഡിയൻസിനും ബോറിംഗ് ആയിട്ട് തോന്നും, അത് ഈ ഒരു പ്രോഗ്രാമിനും നല്ലതായിട്ട് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഒരു ടാസ്കിലാണ് വിളിച്ചത്, അല്ലാതെ അവരെ ഏതെങ്കിലും തരത്തിൽ അവരുടെ വ്യക്തിത്വത്തെ അപമാനിക്കുന്നില്ല. അവർ ഒരു വിധവ എന്ന നിലയിൽ അവരെ അപമാനിച്ചിട്ടില്ല, അവരൊരു സ്ത്രീ എന്ന നിലയിൽ അവരെ അപമാനിച്ചിട്ടില്ല. മറിച്ച് ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് ഒരു ടാസ്കിൽ പറഞ്ഞു. അത് അവർക്ക് വേദന ഉണ്ടായിരിക്കാം. രേണു സുധി നമ്മളെപ്പോലെ മജ്ജയും മാംസമുള്ള ഒരു മനുഷ്യനാണ്, അവർക്കും വിഷമവും ഉണ്ടാവും, സങ്കടം ഉണ്ടാവും. അവരെല്ലാം ചെയ്യുന്നത് ടാസ്കിന് വേണ്ടിയും അല്ലെങ്കിൽ മറ്റേ ബിഗ് ബോസിലെ കോണ്ടന്റിന് വേണ്ടിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവർക്ക് വിഷമമായിട്ടുണ്ടാവും. അതിന് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് വിളിച്ച ആൾ പോയിട്ട് ഒരു സോറി അങ്ങ് പറയാം. അത് ഏറ്റവും ബെറ്റർ സൊല്യൂഷനാണ്. ഇവൻ അതിൻ്റെ പോലെ ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. ബട്ട് എന്നാലും അവർക്ക് വിഷമമാണെങ്കിൽ പോയി ഒരു സോറി പറയാം. അയാൾ അത് ചെയ്തു. പിന്നെ ഇന്ന് ആ ടോപ്പിക്കിനെ വീണ്ടും എടുത്ത് പൊക്കിയിട്ട് അത് വെച്ച് വീണ്ടും സംസാരിച്ച് വീണ്ടും ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് എന്തോ എനിക്ക് അത്ര ഫെയർ ആയിട്ട് തോന്നുന്നില്ല. ഈ അക്ബർ ആണെങ്കിലും ദേഷ്യം വരുമ്പോൾ നീ എടി ബോഡി എന്നൊക്കെ വിളിക്കുന്നത് അത് അത്ര വേണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒഴിവാക്കേണ്ട കാര്യമാണ്. ഇവരും അങ്ങോട്ടൊക്കെ വിളിക്കുന്നുണ്ട്.
അത് വേറൊരു ടോപ്പിക് അതിനകത്തുണ്ട് അനിമോളുമായിട്ട്. നമുക്കത് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. തൽക്കാലം ബൈ.